കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിന് 36-ാം തിരുവചനം. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ. ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ മംഗളങ്ങളേറ്റം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും പ്രത്യാശയും നിങ്ങൾക്ക് ഏവർക്കും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് യേശു ഉദ്ധാനം ചെയ്തു എന്നത്. സുവിശേഷം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒറ്റ നാമത്തിൽ അതിനെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. സുവിശേഷം എന്നത് യേശുവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ ആ പ്രദേശത്ത് ആടുകൾക്ക് കാവൽ നിന്നിരുന്ന, ആടുകളെ മേയിച്ചിരുന്ന ഇടയന്മാർക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് അതാണ്: സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശുവാകുന്ന രക്ഷകൻ്റെ ജനനം ലോകത്തിന് സദ്വാർത്തയായെങ്കിൽ ആ സദ്വാർത്തയുടെ ഏറ്റവും സന്തോഷദായകമായ മറ്റൊരു അവസരമാണ് കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്നത്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ പ്രത്യേകമായി കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഓർക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ വലിയ പരാജയം എന്ന് പറയാമായിരുന്ന സംഭവമാണ് യേശുവിൻ്റെ മരണം. യേശു രക്ഷകനാണ്, സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയുമായിട്ട് കടന്നു വന്നവൻ. അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പരസ്യജീവിതത്തിൻ്റെ 33 വർഷം വളരെ കുറച്ച് കാലഘട്ടമായിരുന്നെങ്കിലും അനേകം ശിഷ്യർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. സഞ്ചരിച്ച നാടുകളിലൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ കാണിച്ച് ദൈവരാജ്യത്തെ ജനിപ്പിച്ച് കർത്താവ് മുൻപോട്ട് നീങ്ങി. ജനത്തിന് വലിയ പ്രത്യാശ, ഇതാ ഞങ്ങളെ സർവ്വ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള മിശിഹ യേശുവിൽ വന്നിരിക്കുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ ഭംഗം വരുത്താൻ സാധ്യതയുള്ള കാര്യമാണ് സംഭവിച്ചത്. ഒരു കുറ്റവാളിയെപ്പോലെ എല്ലാവരാലും വെറുക്കപ്പെടുന്നവനായി ക്രിസ്തു മരിച്ചു. യഹൂദൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന, റോമാ സാമ്രാജ്യത്തിൽ ഏറ്റവും ഹീനമായ മരണമെന്ന് വിശേഷിപ്പിച്ചിരുന്ന കുരിശുമരണത്തിലൂടെയാണ് അവൻ മൃതനായത് എന്നത് കൂടുതൽ വേദനാജനകവും ആക്ഷേപകരവുമായിരുന്നു എന്നതാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ അവനെ വിട്ടുപോയി. അവൻ ക്രൂശിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അവിടെ നിൽക്കാൻ ശിഷ്യന്മാർ പോലും ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവരാലും വെറുക്കപ്പെട്ട് തിരസ്കൃതനായി ക്രിസ്തു കുരിശിൽ മരിച്ചു. മരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസം ശാബതായതുകൊണ്ട് ഒരു നല്ല ശവസംസ്കാരം പോലും ക്രിസ്തുവിന് ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരുടെയോ കടമെടുത്ത ഒരു കല്ലറയിൽ ഒരു യഹൂദന് നൽകാൻ സാധ്യതയുള്ള മരണോപചാരങ്ങളൊന്നും നൽകാതെ അവനെ ഈ കല്ലറയിൽ, കടമെടുത്ത കല്ലറയിൽ സംസ്കരിച്ചു. ഇനി ആ കല്ലറ ആരും തുറക്കരുതെന്ന് കരുതി അതിന് മുമ്പിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചു. പടയാളികളെ ആരും വന്ന്
ആ കല്ലറ തുറക്കാതിരിക്കാൻ കാവൽ നിർത്തി. അങ്ങനെ എല്ലാം ഭദ്രമായി എന്ന് ലോകം കരുതിയപ്പോൾ ലോകത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് 3-ാം ദിവസം ക്രിസ്തു നിത്യമായി ജീവിക്കുന്നവനായി ഉദ്ധാനം ചെയ്തു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. ആരൊക്കെ ഉദ്ധിതനെ കണ്ടിട്ടുണ്ടോ, ഉദ്ധിതനെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം അവൻ നിത്യ പ്രത്യാശയായിരുന്നു എന്നതാണ്. പ്രിയമുള്ളവർ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രത്യാശയില്ല എന്നുള്ളതാണ്. നാളെ എന്താണെന്നതിനെക്കുറിച്ച്, എൻ്റെ ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ പ്രത്യാശയോടെ കാണാൻ പലർക്കും ഇന്ന് സാധിക്കുന്നില്ല. എന്തിന്? ദൈനംദിന ജീവിതത്തിലെ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ, ദൈനംദിന ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ നിസ്സാരനായി, നിരാശനായി വീണുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് മരണത്തെ അതിജീവിച്ച് ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനായി നിലനിൽക്കുന്നത്. ലോകത്തിൽ അനേകം ആളുകൾ ദൈവത്തിൻ്റെ സാന്നിധ്യമായും അല്ലെങ്കിൽ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടും അവരാരും മരണത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷെ ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനായി നമ്മളോട് കൂടെ ഇരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രത്യാശ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് ഉദ്ധിതനെ നേരിട്ട് കണ്ട അനുഭവത്തിൽ നിന്നാണ് വിശുദ്ധ പൗലോസിൻ്റെ ശിഷ്യത്വം ആരംഭിക്കുന്നത് തന്നെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, അവൻ എല്ലാവർക്കും, അപ്പോസ്തലന്മാർക്ക് ഉദ്ധാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു, എന്നാൽ ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്ന വിധം അവൻ എനിക്ക് പ്രത്യക്ഷനായി. ആ ക്രിസ്തുവിൻ്റെ വെളിപാട് ഉദ്ധിതൻ പൗലോസിനെ സ്പർശിച്ചിട്ട് അവനെ അപ്പസ്തോലികത്വത്തിലേക്ക്, അപ്പസ്തോല സ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് പൗലോസ് ശ്ലീഹ ക്രിസ്തീയ സഭയുടെ താത്വിക അടിസ്ഥാനമിട്ട് ഇന്നും ക്രിസ്തീയ ലോകത്ത് പ്രഗത്ഭനായി നിൽക്കുന്നതിൻ്റെ കാരണം. ആ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ക്രിസ്തു ഉയർത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ക്രിസ്തു ഉയർത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ജീവിതത്തിനപ്പുറത്തേക്ക്, മരണത്തിനപ്പുറത്തേക്ക് നമുക്ക് പ്രത്യാശ തരുന്നത് എന്താണ്? ക്രിസ്തു ഉയർത്തു എന്നതാണ്. ക്രിസ്തു ഉയർത്തു. അവൻ ഉയർത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാ മനുഷ്യരും പറയുന്നത് പോലെ മരണത്തോടുകൂടി ഈ ജീവിതം തീരുമെന്ന് നമ്മളും വിധി എഴുതിയേനെ. പക്ഷെ ഇന്ന് നമുക്ക് വിശ്വാസപൂർവം പ്രത്യാശയോടെ പറയാൻ സാധിക്കും, എൻ്റെ ക്രിസ്തു അവൻ മരണത്തെ ജയിച്ച് ഉദ്ധിതനായി ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്കും ഈ ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ഉദ്ധാനമുണ്ട്. എനിക്കും ഈ ജീവിതത്തിനപ്പുറത്തേക്ക് നിത്യതയുടെ ഒരു ജീവിതമുണ്ട്. എൻ്റെ ക്രിസ്തുനാഥൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ വീണ്ടും എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ജീവിതത്തിൽ തകർന്നു പോകുന്ന മനുഷ്യരുണ്ട്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ മരണം മൂലം, അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന വലിയ സഹനങ്ങളുടെ തീച്ചൂളയിൽ വെന്തുവെണ്ണീറാകുന്ന ആളുകൾ, അവിടെ നിന്നൊക്കെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്നത് ഈ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണ്. അവർക്ക് പ്രത്യാശ നൽകുന്നത് ഉദ്ധിതൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ്. അവിടെ അവർക്ക് കാണാൻ സാധിക്കും, ഇതിനെയെല്ലാം ഈ മരണത്തെ ജയിച്ച, സഹനത്തെ ജയിച്ച, ലോകം തെറ്റുകാരനെന്ന് വിധി എഴുതി, കുറ്റവാളി എന്ന് എഴുതി ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞവൻ ഇന്ന് ജനലക്ഷങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. മനുഷ്യപുത്രൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ആകർഷിക്കും. പ്രിയമുള്ളവരെ, അത് കുരിശിലുള്ള ഉയർത്തപ്പെടൽ മാത്രമല്ല. വിശുദ്ധ പൗലോസ് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ആരംഭത്തിൽ പറയുന്നത് പോലെ, അത് ദൈവം, നിങ്ങൾ കുരിശിച്ചവനെ ദൈവം ഉയർത്തിയത്. ആ ഉയർത്തലിലാണ് എല്ലാവരെയും ആകർഷിച്ചത്.
അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടിയല്ല മാത്രമല്ല എല്ലാവരും ആകർഷിക്കപ്പെട്ടത്, മരിച്ചതിന് ശേഷം അവൻ ഉത്ഥാനം ചെയ്തു എന്നതാണ് അനേകർക്ക് ജീവൻ പകർന്നത്. വിശുദ്ധ പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയത് ആ സത്യം പൗലോസ് അംഗീകരിച്ച നാൾ മുതലാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ പൗലോസ് അതിനു മുമ്പ് വിശ്വസിച്ചിരുന്ന കഥകളൊക്കെ യഹൂദര് പറഞ്ഞു പരത്തിയ കഥകളായിരിക്കാം. അപ്പോസ്തലന്മാർ യേശുവിനെ കല്ലറയിൽ നിന്ന് മാറ്റിയെന്നോ അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നോ അങ്ങനെയൊക്കെ പടയാളികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു കെട്ടുകഥ ലോകത്തോട് പറഞ്ഞ് ഒരുപക്ഷെ വിശുദ്ധ പൗലോസും ആ കാലഘട്ടത്തിൽ കേട്ടതും അനുഭവിച്ചതുമൊക്കെ ഇതായിരിക്കാം. പക്ഷേ അകാലജാതൻ എന്നതുപോലെ വിശുദ്ധ പൗലോസ് ശ്ലീഹായ്ക്ക് ഉദ്ധിതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നീട് പൗലോസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നീട് തിരുസഭയെ ഉറപ്പിക്കാൻ ഈ പൗലോസ് ഏത് ത്യാഗവും എടുത്ത് മുൻപോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ഉദ്ധിതനെ നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യാശ ലഭിക്കുക. ആ ഉദ്ധിതനെ നോക്കാതെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയില്ല. ഏത് വേദനയുടെയും ഏത് തകർച്ചയുടെയും അടിയിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നത് ജീവിക്കുന്നവനായ ക്രിസ്തു എൻ്റെ മുമ്പിലുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് നെപ്പോളിയൻ ബോണോപാർട്ട് നിലവിളിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അനേകം സാമ്രാജ്യങ്ങൾ വളരുകയും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്, എന്നാൽ നീതിസൂര്യനായ ക്രിസ്തു മാത്രം ഇന്നും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, സാമ്രാജ്യങ്ങൾ ആവേശത്തോടെ പടുത്തുയർത്തപ്പെടുകയും അതുപോലെ തന്നെ തകർന്നടിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെ വിസ്മയിപ്പിച്ച അത്ഭുത പ്രവർത്തകരും ലോകത്തെ വിസ്മയിപ്പിച്ച ശാസ്ത്രജ്ഞരും ലോകത്തെ വിസ്മയിപ്പിച്ച മതപണ്ഡിതന്മാരുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരൊക്കെ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുക്കപ്പെടുന്നവരായി മാറിയിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവോ? ഉദ്ധിതനെ തകർക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ക്രിസ്തീയ സഭയുടെ ചരിത്രം അതാണ്, ഈ ഉദ്ധിതനെ തകർക്കാൻ ശ്രമിച്ചവരുടെ കഥ. പക്ഷേ അവസാനം ഉദ്ധിതൻ പരാജയപ്പെട്ടില്ല, സഭ പരാജയപ്പെട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയെ തകർക്കാൻ സഭയ്ക്കെതിരെ പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഉയരുമ്പോൾ ഈ സഭ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ തകർക്കാൻ ശ്രമിക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത് മണ്ണിൽ പണിതുയർത്തപ്പെട്ടതല്ല, മറിച്ച് ഇത് ക്രിസ്തുവാകുന്ന ഉദ്ധിതൻ്റെ അവനടിത്തറയായിട്ടുള്ള അവൻ മൂലക്കല്ലായിട്ടുള്ള കല്ലിന്മേൽ പടുതുയർത്തപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സഭ ഭയപ്പെടേണ്ട കാര്യമില്ല. ഉദ്ധിതനുണ്ട്, അവൻ കൂടെയുണ്ട് എന്ന വസ്തുത സഭ വിസ്മരിക്കാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പലതരത്തിലുള്ള മുറിവേറ്റവർ നമ്മളുടെ ഇടയിലുണ്ട്. ഈ ഉദ്ധാനത്തിൻ്റെ ദിവസം ആ മുറിവേറ്റവർക്കുള്ള ഒരു സന്ദേശമാണ്: മുറിവേറ്റവൻ മുറിവുണക്കാൻ കൂടെയുണ്ട്. അവനറിയാം മുറിവിൻ്റെ ആഴം. കാരണം അവൻ്റെ ശരീരത്തിൽ 4000-ലധികം മുറിവുകളേറ്റവനാണ് അവൻ. അവൻ്റെ മനസ്സിൽ വലിയ വേദനയുടെ, നിരാശയുടെ, തിരസ്കരണത്തിൻ്റെയൊക്കെ വേദനയേറ്റവനാണ്. പക്ഷേ ആ മുറിവേറ്റവൻ ആ മുറിവുണക്ക് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇന്ന് അവനെല്ലാം മുറിവേൽക്കുന്നവരുടെയും കൂടെ നിന്നിട്ട് അവരെ ആശ്വസിപ്പിക്കാനായി അവരോടൊപ്പമുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. അപ്പോൾ മുറിവേറ്റവൻ നമ്മളുടെ കൂടെയുണ്ട്, നമ്മുടെ മുറിവുണക്കാൻ. ജീവിതത്തിൽ പലതരത്തിലുള്ള തിരസ്കരണങ്ങൾ, മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികളൊക്കെ ഉണ്ടാകുമ്പോഴും മുറിവേറ്റവർ നിരാശകരാകരുത്, അവർ തളർന്നു പോകരുത്. കാരണം നിനക്ക് വേണ്ടി മുറിവേറ്റ് ആ മുറിവുണങ്ങി എഴുന്നേറ്റ് വന്നവൻ, മുറിവിനെ മായിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നവൻ, അല്ലെങ്കിൽ ഇന്നും ആ ഉദ്ധിതൻ്റെ കരങ്ങളിലേക്ക് നോക്കിയാൽ ആ മുറിപ്പാടുകൾ നമുക്ക് കാണാം. അവൻ ഇന്നും ആ മുറിപ്പാടുകൾ സൂക്ഷിക്കുന്നുണ്ട്. എന്തിനാണെന്നോ? മുറിവേറ്റ നിന്നോട് അവൻ പറയുന്നത് അതാണ്: നീ എൻ്റെ മുറിപ്പാടുകളിലേക്ക് നോക്കുക, നീ എൻ്റെ മുറിപ്പാടുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുക. പ്രിയമുള്ളവരെ, ഉദ്ധിതൻ്റെ കയ്യിൽ ഉദ്ധാനത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ അവശേഷിപ്പായിട്ട് നിൽക്കുന്ന മുറിവുകൾ, അത് നിന്നെ
നിൻ്റെ മുറിവുണക്കാനുള്ളതാണ്, നിൻ്റെ വേദനകളെ തൊട്ടുണക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഉത്ഥാനത്തിൻ്റെ ദിവസത്തിൽ മുറിവേറ്റവർക്ക് സന്തോഷിക്കാം. കാരണം നമ്മുടെ മുറിവുണക്കാൻ അവൻ ജീവിക്കുന്നുണ്ട് എന്നതാണ്. മരിച്ചവർക്ക് ഈ ഉത്ഥാനം ഒരു വലിയ പ്രത്യാശയാണ്. എല്ലാ പരേതർക്കും ആശ്വസിക്കാം. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം നമ്മളെന്തെങ്കിലും മരിക്കും എന്നതാണ്. അപ്പോൾ മരിക്കാനൊരുങ്ങുന്ന നമുക്ക്, നമ്മുടെ പരേതർക്ക് ആശ്വാസമുള്ളത് ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ: ക്രിസ്തു ഉയർത്തു എന്നതാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുമ്പോൾ ഒറ്റ കാര്യത്തിലാണ് വിശുദ്ധ പൗലോസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്: ക്രിസ്തു ഉത്ഥാനം ചെയ്തു, അതുകൊണ്ട് നമുക്കും ഉത്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരേതർക്ക് ആശ്വസിക്കാം. മരണത്തിനായി ഒരുങ്ങുന്ന നമുക്ക് പ്രത്യാശയോടെ ആ മരണവിനാഴികയ്ക്കായിട്ട് കാത്തിരിക്കാം. കാരണം ആ കവാടം ഒന്ന് കടക്കുമ്പോൾ ഞാൻ ജനിച്ചു വീഴുകയാണ് ഉദ്ധിതൻ്റെ മടിത്തട്ടിലേക്ക്. ഉദ്ധിതൻ്റെ മടിത്തട്ടിലേക്ക് ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയാണ് എൻ്റെ മരണത്തിൻ്റെ കവാടത്തിലൂടെ കടന്ന് എന്നത് പ്രിയമുള്ളവരെ നമുക്ക് പ്രത്യാശയും ആശ്വാസവും തരുന്നതാണ്. ആ ഒരു അവബോധത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നയിക്കാം. യേശുവിൻ്റെ മരണം ലോകത്തെ സംബന്ധിച്ച് ഒരത്യാഹിതമായിരുന്നെങ്കിൽ, അത് ഒരു യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ ലോകം വിധിച്ച ഒരു ശിക്ഷയായിരുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ക്രിസ്തുവിൻ്റെ മരണം ഒരു യാദൃശ്ചികതയല്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ലായിരുന്നു. മറിച്ച് അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നടന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ഈ മരണവിനാഴികയ്ക്ക് മുമ്പൊക്കെ പല പ്രാവശ്യവും ആവർത്തിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞത്: മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. സമാന്തര സുവിശേഷങ്ങളിലൊക്കെ ആവർത്തിച്ച് ക്രിസ്തു ഇത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, 2-3 തവണ വെച്ച്. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവരവനോട് എല്ലാ തരത്തിലും നീചമായി പെരുമാറും, പക്ഷേ അതിനെ ജയിച്ച് അവൻ വരും. അപ്പോൾ യാദൃശ്ചികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമല്ല, ഒരു കാര്യമല്ല യേശുവിൻ്റെ ഉത്ഥാനം യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത്. മറിച്ച് അത് ഉത്ഥാനത്തിനു വേണ്ടിയുള്ള ഒരു ചുവടുവയ്പ്പായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല അനിഷ്ടതകളും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല ദുഃഖകരമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും അതൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. ഒന്ന് നമ്മുടെ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്: അവിടെ ഒരു യാദൃശ്ചികതയില്ല, മറിച്ച് അത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. അത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ജീവിതത്തിൻ്റെ ഉയർച്ചകളും ജീവിതത്തിൻ്റെ വളർച്ചകളുമൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുമ്പോൾ, ചില തകർച്ചകൾ അനുവദിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കും ജോബിനെ പോലെ സന്തോഷിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും സാധിക്കണം. വിശുദ്ധ പൗലോസിനെ പോലെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. പാണ്ഡിത്യത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നതാണ് സന്തോഷമെന്ന് പ്രഘോഷിക്കാൻ ക്രൈസ്തവ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്തോഷമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ക്രിസ്തു ഉയർത്തു എന്നതാണ്. അതാ പൗലോസ്ലീഹ പറയുന്നത്: ക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. എന്തിനാണ് പ്രിയമുള്ളവരെ ഉദ്ധിതനായ ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പലതവണ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്? എന്തിനാണ് 40 ദിവസങ്ങളോളം അവൻ ഈ ഭൂമിയിൽ, ഉദ്ധിതൻ ഈ ഭൂമിയിൽ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട്, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെയൊക്കെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത്? യേശുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ളത്. അവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ ദൈവം നമ്മുടെ കൂടെ ജീവിക്കുന്നില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഈ ദൈവത്തിന് മരണത്തിൻ്റെ മേൽ അധികാരമില്ല എന്നും അവൻ എല്ലാത്തിൻ്റെയും അധികാരിയാണെന്നും എല്ലാത്തിൻ്റെയും അധിപനാണെന്നും പറയുന്ന കാര്യം നമ്മൾ നിഷേധിക്കേണ്ടി വരും. പക്ഷെ ഇവിടെയോ ക്രിസ്തു ഉത്ഥാനം ചെയ്തു എന്ന് പറയുമ്പോൾ മനുഷ്യന് ഇന്നോളം എത്തിപ്പിടിക്കാൻ പറ്റാത്ത
മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതയാത്രയെ അവൻ വ്യക്തമാക്കി നൽകി എന്നുള്ളതാണ്. ഒരു ശാസ്ത്രത്തിന് പൂർണ്ണമായി തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയെ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തെ ക്രിസ്തു മാറ്റിയെഴുതി എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ ഉത്ഥാനത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൽ ആഴത്തിൽ നമുക്ക് വിശ്വസിക്കാം. അവൻ ജീവിക്കുന്നുണ്ട്. അവനെന്നോ മരിച്ചുപോയ മൺമറഞ്ഞു പോയ ഒരു ദൈവമല്ല. അവൻ ഇന്നും നമ്മളോടുകൂടെ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ പ്രക്ഷുബ്ധതയിലും അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ ജീവിക്കുന്നവനായി ഉണ്ട്. ഒരു കൺകെട്ട് കഥയായിട്ടോ ഒരു എഴുതിക്കൂട്ടിയ ഒരു ഇതിഹാസമായിട്ടോ ഒന്നുമല്ല, മറിച്ച് അവൻ ജീവിക്കുന്നവനായി എനിക്കും നിങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ട് എനിക്കും നിങ്ങൾക്കും ജീവിതാനുഭവങ്ങളിലൂടെ കൂടെ നിൽക്കുന്നവനായി ജീവിക്കുന്നു എന്ന ബോധ്യം നൽകി അവൻ നമ്മുടെ കൂടെയുണ്ട്. സഭയ്ക്ക് അവൻ ആ ബോധ്യം നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉദ്ധിതൻ കൂടെയുണ്ട്. പിന്നെ ഈ സഭ എന്തിനാണ് ഭയപ്പെടുക? ഈ സഭ എന്തിനെയാണ് ഭയപ്പെട്ട് പിന്നോട്ട് മാറേണ്ടത്? നമുക്ക് മുൻപോട്ട് പോകാൻ ഇനിയും അനേകം ദൂരമുണ്ട്. യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ, യേശുവിനെ അറിയാത്ത ആളുകളുടെ ഇടയിൽ ഈ ക്രിസ്തുവിനെ പകർന്നു നൽകാൻ ഈ സഭ മുൻപോട്ട് പോയേ പറ്റൂ. നിരാശയിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പ്രത്യാശയുടെ ഉദ്ധിതൻ്റെ ദീപവുമായിട്ട് കടന്നുപോയേ പറ്റൂ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ക്രിസ്തു പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ക്രിസ്തു ജീവിച്ച 33 വർഷങ്ങൾ കൊണ്ട് തീരുന്ന ഒരു പ്രകാശമല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് നിത്യമായി കത്തി നിൽക്കുന്ന ഒരു പ്രകാശ ഗോപുരമാണ് ക്രിസ്തു എന്നത് നമ്മൾ തിരിച്ചറിയണം. അതെല്ലാവർക്കും എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു പ്രകാശമാണ്. കാരണം അവൻ സർവ്വജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആ സദ്വാർത്തയുടെ പൂർണ്ണതയാണല്ലോ പ്രിയമുള്ളവരെ ഉദ്ധിതൻ. നമുക്ക് കർത്താവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പീഡാസഹനങ്ങളുടെ ആഴ്ചയിലൂടെ നമ്മൾ കടന്നുപോയി ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ നമുക്ക് തീഷ്ണമായി ഉദ്ധിതനിൽ പങ്കുചേർന്ന് നമ്മുടെ സന്തോഷത്തെ പങ്കുവയ്ക്കാം. ഇനിയുള്ള ദിവസം നമുക്ക് ദുഃഖിക്കാനുള്ളതല്ല, ഇനിയുള്ള ദിവസം നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല, മറിച്ച് യേശു ഉദ്ധിതനാണെന്നും അവനൊരു പ്രകാശസ്തംഭമായി നിൽക്കുന്നുവെന്നും അവനിലേക്ക് നോക്കാമെന്നും വേദനിക്കുന്നവരോട്, സങ്കടപ്പെടുന്നവരോട്, ദുഃഖത്തിലായിരിക്കുന്നവരോട് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് പോകാം. കല്ലറയിൽ നിന്ന് മഗ്ദലന മറിയം അപ്പോസ്തലന്മാരുടെ അടുത്തേക്ക് പോയതുപോലെ അവൻ ഉദ്ധാനം ചെയ്തു എന്ന് വിളിച്ചു പറയാൻ, അവൻ മരണത്തിന് കീഴടങ്ങിയിട്ടില്ല, അവൻ ഉദ്ധാനം ചെയ്തു എന്ന് പറയാൻ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ച് മുൻപോട്ട് പോകാം. മലങ്കര സഭയുടെ വലിയാഴ്ചയിലെ ചൊവ്വാഴ്ചത്തെ കൗമ പ്രാർത്ഥന ഇങ്ങനെയാണ്: നാഥ തവ പീഡയാലതിദുഃഖം പൂണ്ടോരു തിരുസഭയും നിന്നുദ്ധാനത്തിൽ മോദിക്കും ആശീഷു പ്രാപിക്കും. അതെ, കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ, കർത്താവിൻ്റെ മരണത്തിൽ ദുഃഖിതയായ സഭ, ആ സഭ അവിടുത്തെ ഉദ്ധാനത്തിൽ സന്തോഷിക്കും, അവിടുത്തെ ഉദ്ധാനത്തിൽ ആഹ്ലാദിക്കും, അതിലൂടെ അനുഗ്രഹം പ്രാപിക്കും. പ്രിയമുള്ളവരെ, പീഡാസഹനങ്ങളുടെ നൊമ്പരങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങൾ കടന്നു പോയാലും അതിൽ ഉദ്ധാനത്തിൻ്റെ സന്തോഷവും ഉദ്ധിതൻ്റെ ആശീർവാദവും നമ്മളെ കാത്തിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും തിരുവുദ്ധാനത്തിൻ്റെ മംഗളങ്ങളും ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.